ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തിക എടുത്തു മാറ്റിയ കുട്ടികളുടെ മാല അനഘ കണ്ടുപിടിച്ച് സേതുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തായി മോളെ, മാല കിട്ടിയോ എന്ന് സേതു അനഘയോട് ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പൂജാമുറിയിൽ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ, ചിലപ്പോൾ അവിടെ വീണ് കിടക്കുന്നുണ്ടാകും എന്ന് അനഘ കള്ളം പറയുന്നു. അനഘ അങ്ങനെ പൂജാമുറിയിലേക്ക് കയറുന്നു. എല്ലാവരും റൂമിലൊക്കെ നോക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അനഘ പൂജാമുറിയിൽ ചെന്ന് അവിടെയെല്ലാം തപ്പുന്നത് പോലെ നോക്കിയിട്ട് കയ്യിലിരിക്കുന്ന മാല എടുത്തിട്ട് പറയുന്നു, അർച്ചനടുത്ത് ഇങ്ങി വന്നേ, ദേ മാല ഇവിടെയുണ്ട്. എവിടെയെന്ന് അർച്ചന ചോദിക്കുന്നു. ദാ നോക്ക് എന്ന് അനഘ പറഞ്ഞ് പൂജാമുറിയിൽ നിന്നും ഇറങ്ങി വന്ന് എല്ലാവരെയും മാല എടുത്ത് കാണിക്കുന്നു. എൻ്റെ ആവണിമോളെ കള്ളിയാക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ എന്തായി എന്ന് കമല ചോദിക്കുമ്പോൾ മാഷ് പറയുന്നു, കമലെ മതി, എന്തായാലും മാല കിട്ടിയല്ലോ. അതെങ്ങനെയാ മാല ഇപ്പോൾ കിട്ടിയത്? നേരത്തെ അർച്ചന അതിനകത്ത് മുഴുവൻ നോക്കിയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇല്ലാതിരുന്നത് ഇപ്പോൾ എങ്ങനെ വന്നു എന്ന് മീര ചോദിക്കുമ്പോൾ അനഘ പറയുന്നു, അതെനിക്കറിയില്ല, ഇപ്പോൾ നോക്കുമ്പോൾ മാല അതിനടിയിൽ കിടക്കുന്നു. അർച്ചനേട്ടത്തി നോക്കിയപ്പോൾ അത് കണ്ടു കാണില്ല. അപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, താഴെ വീണാലും രണ്ടു മാലയും കൂടി ഒരുമിച്ച് വീഴുമോ എന്ന്. എന്തായാലും മാല കിട്ടിയല്ലോ, അതിങ്ങ് തന്നേ എന്ന് പറഞ്ഞ് സേതു ആ മാല മേടിച്ച് കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും കഴുത്തിൽ ഇട്ടുകൊടുക്കുന്നു. എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരുടെ മേൽ പഴി ചാരുന്നത് ചിലർക്കൊരു സുഖവാ എന്ന് അവന്തിക പറയുമ്പോൾ അനഘ അവന്തികയെ ദേഷ്യത്തോടെ നോക്കുന്നു. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ എന്ന് അവന്തിക. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. എന്തായാലും നഷ്ടപ്പെട്ട മാലകൾ തിരിച്ചു കിട്ടിയല്ലോ, പാവം ആവണിമോള് ഒരുപാട് സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞ് സേതു ആവണിയെ അടുത്തേക്ക് വിളിക്കുന്നു. മോൾ ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ, മോൾ അത് എടുക്കില്ലെന്ന് മുത്തച്ഛൻ ഉറപ്പായിരുന്നു. സങ്കടപ്പെടണ്ട കേട്ടോ, മുത്തച്ഛൻ മോൾക്കൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് സേതു കഴുത്തിൽ കിടന്ന മാല ഊരി അത് ആവണിയുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. ഇത് മോൾക്കിരിക്കട്ടെ, മുത്തച്ഛൻ്റെ ഒരു സമ്മാനം എന്ന് പറയുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, മുത്തച്ഛൻ്റെ മാല അങ്ങ് കൊടുത്തേക്ക്. ഇത്രയും വലിയ മാല മോൾക്ക് വേണ്ട. പുറത്തു പോകുമ്പോൾ പോലും ഞങ്ങൾ ഇവളെ സ്വർണ്ണമൊന്നും അണിയിക്കാറില്ല. മോളെ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കെന്ന് മീര പറയുമ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ കുട്ടിയെ നിർബന്ധിക്കുന്നത്? ഞാൻ ഇവൾക്ക് സന്തോഷത്തോടെ കൊടുത്തതല്ലേ, ഇവൾ എൻ്റെയും കൊച്ചുമോളല്ലേ, ഇവൾക്കൊരു സമ്മാനം കൊടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഇത് മോളുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയുകയാണ് സേതു. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ ചോറൂണ് ചടങ്ങിനുള്ള സമയമായിരിക്കുകയാണ്. ധനുഷ് ഈ സമയം സമ്മാനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നു. താനിത് എവിടെയായിരുന്നു? അവിടെ എന്താ ഒരു ബഹളം കേട്ടത് എന്ന് ധനുഷ് സ്നേഹയോട് ചോദിക്കുന്നു. അവിടെ 2 സ്വർണ്ണമാല കാണാതെ പോയി. കുട്ടികൾക്ക് 2 പേർക്കും ഇടാൻ അർച്ചനേട്ടത്തിയുടെ അച്ഛനും അമ്മയും മൂകാംബികയിൽ നിന്ന് പൂജിച്ചുകൊണ്ട് വന്ന മാലകളാ, അത് കാണാതെ പോയി എന്ന് സ്നേഹ പറയുന്നു. എന്നിട്ടത് തിരിച്ചു കിട്ടിയോ എന്ന് ധനുഷ് ചോദിക്കുന്നു. അതവിടെ പൂജാമുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്നേഹ. എനിക്കൊരു സംശയമുണ്ട്, നമ്മുടെ ഈ സമ്മാനം കുട്ടികൾക്ക് കൊടുക്കാൻ നിൻ്റെ ഏട്ടന്മാർ സമ്മതിക്കുമോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഈ ചടങ്ങിന് വിളിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നേ, അല്ലാതെ വലിഞ്ഞു കയറി ചെല്ലുകയല്ലല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങൾ അവർ ഉറപ്പായിട്ടും വാങ്ങിക്കും. അവിടെ വെച്ച് നിൻ്റെ ഏട്ടന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അത് നാണക്കേടാണ് എന്ന് ധനുഷ് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എൻ്റെ തനി സ്വഭാവം കാണും. നിയന്ത്രണം വിട്ട് ഏട്ടന്മാരോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നോ പ്രവർത്തിച്ചെന്നോ വരും എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, തെറ്റ് ചെയ്തത് നമ്മളാ, അവരെന്തു പറഞ്ഞാലും നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണെന്ന്. അങ്ങനെ ആര് പറഞ്ഞു? എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പ്രായപൂർത്തിയായ ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിനേക്കാളും വിപ്ലവം ഉണ്ടാക്കി കല്യാണം കഴിച്ചവരുണ്ട് ഈ വീട്ടിൽ. അതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ല എന്ന് സ്നേഹ പറയുന്നു. നീ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം. ഒരു ദിവസം കൊണ്ട് കൊടുമുടികൾ കീഴടക്കിയവർ ആരുമില്ല. നിന്റെ വീട്ടിലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്കാ എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് കിട്ടുന്നതല്ലേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂ? ഒരു കാര്യം ഞാൻ പറയാം, അവിടെ വെച്ച് ധനുഷിന് എന്തെങ്കിലും അപമാനം ഉണ്ടായാൽ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞ് സ്നേഹ പോകുന്നു. ശേഷം കാണിക്കുന്നത് അവന്തിക ഏർപ്പാട് ചെയ്ത മേരി എന്ന സ്ത്രീ കുട്ടികൾക്കുള്ള പായസത്തിൽ വിഷം ചേർക്കാൻ വിഷക്കുപ്പി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഈ സമയം സ്നേഹയും ധനുഷും നെല്ലിശ്ശേരിയിലേക്ക് വരുന്നു. വലതുകാൽ വെച്ച് തന്നെ കയറിക്കോ, എന്തിനാ മടിക്കുന്നേ? ഇന്ന് നമ്മൾ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല, ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാ, അതും അച്ഛൻ വന്ന് ക്ഷണിച്ചിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് വലതുകാൽ വെച്ച് തന്നെ അകത്തേക്ക് കയറാം എന്ന് സ്നേഹ പറയുന്നു. അപ്പോൾ അവിടേക്ക് സേതു വന്ന് അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. പുറകെ അവന്തികയും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നന്ദൻ വരുന്നു. നന്ദേട്ടാ, എന്നോട് ക്ഷമിക്കണം, ഇവിടേക്ക് കയറി വരാൻ ഒട്ടും ആഗ്രഹമുണ്ടായിട്ടല്ല. നിങ്ങളെ ആരെയും ധിക്കരിക്കുവാണെന്നും വിചാരിക്കരുത്. അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം, അല്ലാതെ ഇത് നിൻ്റെ അവകാശമായി കാണരുത്.
നന്ദേട്ടൻ എന്തു പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. അതെല്ലാം കേൾക്കാൻ ഞാൻ അർഹതപ്പെട്ടവനാ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് ധനുഷ് പറയുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമയാനുള്ള ശ്രമമാണല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. വന്നു കയറിയ പാടെ ഇങ്ങനെ നിൽക്കാതെ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, ചടങ്ങ് തുടങ്ങാൻ സമയമായി എന്ന് സേതു പറയുമ്പോൾ ധനുഷും സ്നേഹയും അകത്തേക്ക് കയറുന്നു. സേതു നന്ദനോട് പറയുന്നുണ്ട്, മോനെ, ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെ ആരുടെയും മനസ്സ് വിഷമിക്കാൻ പാടില്ല. ഈ വീടിൻ്റെ ഐശ്വര്യമായി കിട്ടിയ 2 കുഞ്ഞുങ്ങളാ. അവരുടെ ചോറൂണ് നടക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെയും അനുഗ്രഹം കിട്ടണം. എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം നടന്നല്ലോ, അത് മതി എന്ന് നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, നീ അങ്ങനെ പറയരുത്. സ്നേഹ ആ കുഞ്ഞുങ്ങളുടെ ഒരേ ഒരു അപ്പച്ചിയാ, അത് മറക്കരുത് എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുന്നു. പുറകെ അവന്തികയും പോകുന്നുണ്ട്. അങ്ങനെ ചടങ്ങ് തുടങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ഹാളിൽ നിൽക്കുന്നു. ധനുഷും സ്നേഹയും കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന അവരോട് പറയുന്നുണ്ട്, സമ്മാനമൊന്നും ആവശ്യമില്ല, നിങ്ങൾ വന്നല്ലോ, അത് മതിയെന്ന്. ഞങ്ങൾ സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ട് വന്നതാ. ദയവ് ചെയ്ത് 2 പേരും ഇത് വേണ്ടെന്ന് പറയരുത് എന്ന് പറയുകയാണ് ധനുഷ്. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ അപ്പച്ചിയാ. ഇവർക്ക് സമ്മാനം കൊടുക്കാനുള്ള അവകാശവും അർഹതയും ഒക്കെ എനിക്കുമുണ്ട്, എൻ്റെ ആ ഭർത്താവിനുമുണ്ട്. അത് നിഷേധിക്കാൻ ആർക്കും പറ്റില്ല എന്ന് സ്നേഹയും പറയുന്നു. നിഷേധിച്ചതൊന്നുമല്ല. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അർച്ചന പറയുന്നു. മോളെ, അവർ സന്തോഷത്തോടെ കൊണ്ടുവന്നതല്ലേ, അവരെ വിഷമിപ്പിക്കേണ്ട. അത് മേടിക്കെന്ന് സേതു അർച്ചനയോട് പറയുന്നത് കേൾക്കുമോളെ, അത് മേടിക്കെന്ന് ആതിരയോടും സേതു പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും 2 കുഞ്ഞുങ്ങൾക്കും സമ്മാനം കൊടുക്കുമ്പോൾ അർച്ചനയും ആതിരയും അത് മേടിക്കുന്നു. ചോറൂണിനുള്ള ചോറും പായസവും എടുത്തോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ അർച്ചന കമലയോട് പോയി എടുക്കുന്ന ആംഗ്യം കാണിക്കുന്നു. കമല പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക പറയുന്നു, ഞാൻ എടുക്കാം അച്ഛാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവന്തിക പോകുന്നു. ഈ സമയം പായസത്തിൽ 1 കുപ്പി വിഷം മുഴുവനും കലർത്തുകയാണ് മേരി. അവിടേക്ക് അവന്തിക വരുന്നു. എല്ലാം സെറ്റല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മേരി പറയുന്നു, മേഡം പറയുന്നത് അതുപോലെ ചെയ്തല്ലേ എനിക്ക് ശീലം, എല്ലാം സെറ്റാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ ആ കുപ്പിയും ഇടുന്നു. ആ കൊച്ചുങ്ങളെ 2നെയും തീർക്കാൻ ഈ വിഷം തന്നെ ധാരാളം എന്ന് പറയുകയാണ് മേരി. ഇതേ സമയം ശിവരാമൻ ഇപ്പോൾ നെല്ലിശ്ശേരിയിലേക്ക് വന്നിരിക്കുകയാണ്. ആരും കാണാതെ മതിൽ വഴി അകത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുന്നു. മേരി ആ പായസവും ചോറുമൊക്കെ ഇരിക്കുന്ന ട്രേ അവന്തികയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കമല അവിടേക്ക് വരുന്നു. അല്ല, ഇതുവരെ റെഡിയായില്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ ദേ കഴിഞ്ഞു എന്ന് പറയുകയാണ് അവന്തിക. കമലയുടെ പിറകെ തന്നെ അവന്തികയും പോകുന്നു. അവന്തിക സന്തോഷത്തോടെ ആ പായസവുമായി അവിടേക്ക് ചെല്ലുന്നുണ്ട്. ശിവരാമൻ പുറത്ത് മറഞ്ഞു നിന്ന് ഒരു ജനൽ വഴി തൻ്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. അവന്തിക തിരിഞ്ഞു നോക്കുമ്പോൾ ശിവരാമനെ കാണുന്നു. ഇത് കണ്ട് ഞെട്ടുകയാണ് അവന്തിക. ശിവരാമനും അവന്തികയെ കാണുന്നുണ്ട്. ആതിര ഇപ്പോൾ സന്ദീപിൻ്റെ കയ്യിൽ കൊണ്ട് കുഞ്ഞിനെ കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ട് എൻ്റെ മോളെന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ് ശിവരാമൻ. അർച്ചനയും സച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നു. ശിവരാമൻ പെട്ടെന്ന് അവിടെ നിന്നും മാറുന്നു. പിന്നീട് അവന്തിക തിരിഞ്ഞു നോക്കുമ്പോൾ ശിവരാമനെ കാണാനില്ല. പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് അവന്തിക. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.